1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം 31 മുതൽ 33 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്തു ചെയ്താലും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യുവിൻ. യഹൂദന്മാർക്കും യവനന്മാർക്കും ദൈവസഭയ്ക്കും ഇടർച്ചയില്ലാത്തവരാകുവിൻ. ഞാനും എന്റെ ഗുണമല്ല, പലർ രക്ഷിക്കപ്പെടേണ്ടതിന് അവരുടെ ഗുണം തന്നെ അന്വേഷിച്ചുകൊണ്ട് എല്ലാവരെയും എല്ലാം കൊണ്ടും പ്രസാദിപ്പിക്കുന്നുവല്ലോ. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 31 മുതൽ 33 വരെയുള്ള വാക്യം ക്രൈസ്തവ ജീവിതത്തിലെ ഓരോ ചെറിയ പ്രവൃത്തിയുടെയും ആത്യന്തിക ലക്ഷ്യം ദൈവമഹത്വമായിരിക്കണം എന്നതാണ്. കൂടാതെ സ്വന്തം താല്പര്യങ്ങൾ നോക്കാതെ മറ്റുള്ളവർക്ക് ഇടർച്ചയാകാതെ ജീവിച്ച് അവരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുക എന്നതാണ് ഈ വാക്യത്തിന്റെ കാതലായ അർത്ഥം. എന്റെ മഹത്വത്തിനായി ഞാൻ സൃഷ്ടിച്ച് നിർമ്മിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഏവരെയും കൊണ്ടുവരിക എന്ന് പഴയ നിയമത്തിൽ സൂചന കാണുവാനായിട്ട് കഴിയും. മനുഷ്യന്റെ ജീവിത ലക്ഷ്യം ദൈവമഹത്വമാണ് എന്ന് പഴയ നിയമം വ്യക്തമാക്കുന്നു. ദാനിയേലും കൂട്ടരും അന്യരാജാവിന്റെ രാജഭോജനം കഴിക്കാതെ ഒഴിവാക്കിയത് കേവലം ഭക്ഷണ നിയമം പാലിക്കാനല്ല, മറിച്ച് ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുവാനും അന്യജനതയുടെ മുൻപിൽ ദൈവിക സാക്ഷ്യം നശിക്കാതിരിക്കുവാനുമാണ്. കർത്താവായ യേശു യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ ഞാൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു എന്ന് സ്വർഗസ്ഥന പിതാവായ ദൈവത്തെ നോക്കി പറയുന്നു. മനുഷ്യൻ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ എന്ന് മത്തായി സുവിശേഷം 5-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. വിശ്വാസികളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഇടർച്ചയല്ല, ദൈവമഹത്വത്തിന് കാരണമാകണം എന്ന് യേശു പഠിപ്പിച്ചു. വിശുദ്ധ പൗലോസ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഇവിടെ ഇപ്രകാരം പറയുവാൻ കാരണം 1 കൊരിന്ത്യർ 8 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിൽ വിഗ്രഹാർപ്പിതം കഴിക്കാമോ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിച്ച ശേഷം വിശുദ്ധ പൗലോസ് നൽകുന്ന അന്തിമ നിഗമനമാണിത്. നിങ്ങൾ ഭക്ഷിക്കുന്നതോ കഴിക്കുന്നതോ ആകട്ടെ, എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞ് സ്വന്തം വയറ്റിലെ കാര്യവും സന്തോഷവും മാത്രം നോക്കാതെ അത് ദൈവത്തിന് മഹത്വം വരുത്തുന്നുണ്ടോ എന്നും മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് സഹായിക്കുന്നുണ്ടോ എന്നും നോക്കി ചെയ്യുക. ഇത് കൊരിന്ത്യരെ ബോധ്യപ്പെടുത്തുവാനാണ് വിശുദ്ധ പൗലോസ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഇപ്രകാരം അവരോട് സംസാരിച്ചത്. ഈ വാക്യത്തിൽ നാം മനസ്സിലാക്കേണ്ട ചില സത്യങ്ങളും പ്രായോഗിക കർത്തവ്യങ്ങളും ഇവയൊക്കെയാണ്. 1, നമ്മുടെ അനുദിന ജീവിതത്തിലെ ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ തീരുമാനങ്ങൾ വരെ ദൈവത്തിന് മഹത്വം നൽകുന്നതാണോ എന്ന് ചിന്തിക്കുക. 2, യഹൂദന്മാർക്കും ഗ്രീക്കുകാർക്കും ദൈവസഭയ്ക്കും നാം നിമിത്തം ഒരു ഇടർച്ചയും ഉണ്ടാകരുത്. 3, നമ്മുടെ പെരുമാറ്റവും വിട്ടുവീഴ്ചകളും മറ്റുള്ളവർ രക്ഷ പ്രാപിക്കാൻ കാരണമാകണം. ചുരുക്കത്തിൽ ജീവിതത്തിന്റെ ലക്ഷ്യം സ്വാർത്ഥ സുഖമല്ല. തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും അത് ദൈവ മഹത്വത്തിനും മറ്റുള്ളവരുടെ രക്ഷയ്ക്കും കാരണം ആകട്ടെ. ഇന്ന് ഈ വചനത്താൽ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.